ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ അനവധി സർവീസുകൾ റദ്ദാക്കുന്നതും അല്ലെങ്കിൽ അനിശ്ചിതമായി വൈകുന്നതുമായിട്ടുള്ള വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ദുരവസ്ഥ ഉടൻ അവസാനിക്കില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധം മാത്രമല്ല ഇപ്പോഴത്തെ വ്യോമഗതാഗത രംഗത്തെ ഈ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം, മറിച്ച് അഹമ്മദാബാദ് വിമാന ദുരന്തം. അതിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യ വിമാനങ്ങൾ നിരവധി വിമാനങ്ങൾ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഏതാണ്ട് 100ഓളം വിമാനങ്ങൾ തിരിച്ചു വിളിച്ചതായാണ് റിപ്പോർട്ട്. സുരക്ഷാ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വിമാനങ്ങളൊക്കെ തന്നെ തിരിച്ചു വിളിച്ചിട്ടുള്ളത്. ഒരു വിമാനത്തിന്റെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാൻ ഏതാണ്ട് 3 ദിവസം വേണ്ടിവരും. അങ്ങനെയാണെങ്കിൽ ഈ മാസം അവസാനത്തോടു കൂടി മാത്രമേ, ജൂൺ 30 ആകും ഈ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കാൻ വേണ്ടി. ആ സുരക്ഷാ പരിശോധന പൂർത്തിയായാൽ പോലും സർവീസുകൾ പൂർണ്ണ രീതിയിൽ പുനരാരംഭിക്കണമെങ്കിൽ ഒരുപക്ഷെ ജൂലൈ 10 വരെ ആകാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സൂചന ലഭിക്കുന്നത്. മാത്രമല്ല, ഈ വിമാനങ്ങൾ തിരിച്ചു വിളിക്കുമ്പോൾ ഇപ്പോൾ എയർ ഇന്ത്യ ചെയ്യുന്നത്, എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഇന്ത്യയും ചെയ്യുന്നത്, ബുക്കിങ്ങിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ, ഓൺലൈനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ വിമാനങ്ങളുടെ വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് 2 ഓപ്ഷനുകളാണ് ഇപ്പോൾ എയർ ഇന്ത്യ നൽകുന്നത്. ഒന്നുകിൽ ആ ടിക്കറ്റിൻ്റെ തുക പൂർണ്ണമായും തിരിച്ചു നൽകാം, അല്ലെങ്കിൽ മറ്റൊരു തീയതിയിലേക്ക്, പിന്നീടൊരു തീയതിയിലേക്ക് ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്യാമെന്നുള്ളതാണ് അറിയിക്കുന്നത്. ഏതായാലും ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 75% വിമാന സർവീസുകളും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെതാണ്. പിന്നീട് കൊച്ചി, അതോടൊപ്പം തന്നെ മുംബൈ, ഡൽഹി മേഖലകളിലേക്കാണ് എയർ ഇന്ത്യ വലിയ വിമാനങ്ങൾ സർവീസ് നടത്തുന്നത്. ഈ എയർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ വിമാനങ്ങൾ തിരിച്ചു വിളിച്ച ഈ നടപടിയാണ് മേഖലയിലെ പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഫ്ലൈ ദുബായ്, അല്ലെങ്കിൽ എമിറേറ്റ്സ്, ഇത്തിഹാദ്, എയർ അറേബ്യ തുടങ്ങിയിട്ടുള്ള വിമാനങ്ങളൊക്കെ തന്നെ റീഷെഡ്യൂൾ ചെയ്യുകയോ അല്ലെങ്കിൽ വൈകുകയോ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി ആകുമ്പോഴാണ് പ്രവാസികളുടെ ഗൾഫിലേക്കുള്ള യാത്രാ ദുരിതം ഇത്രയ്ക്ക് രൂക്ഷമാക്കുന്നത്. ഈ ദുരവസ്ഥ അടുത്ത മാസം ആദ്യം വരെയും തുടരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്.